സൃഷ്ടമായ ദൈവത്തിന് നമ്മോട് അറിയിക്കുവാൻ ഒരു സത്വാർത്ഥയുണ്ട്. അതുമായാണ് ഈ ടീം അംഗങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമയം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയം ഈ ശബ്ദം കേൾക്കുവാൻ, സൃഷ്ടാവായ ദൈവത്തിന് നമ്മളോട് അറിയിക്കുവാനുള്ള വിശിഷ്ടമായ സദ്വാർത്ഥ എന്ത് എന്നത് തിരിച്ചറിയുവാൻ 15-20 മിനിറ്റ് നിങ്ങളുടെ സമയം ഞങ്ങൾ ചോദിക്കുകയാണ്. തിരക്കിട്ട സമയം സൃഷ്ടാവായ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. മനോഹരമായ ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി അതിനുശേഷം സന്ദേശം ശ്രമിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാമൂത്തും ഭരണങ്ങൾ തൊടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നാമൂത്തും ഭരണങ്ങൾ തൊടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ, മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. ചതിയനാപിശാചിന്റെ ദുർഭരണം തീരുന്നേ, സത്യമാ ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. നാമൂത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമി, നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണ വസ്ത്രത്തിന്റെ വിദ്യയിൽ ഒതുങ്ങാതെ തുടരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണ വസ്ത്രത്തിന്റെ വിദ്യയിൽ ഒതുങ്ങാതെ തുടരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. നാമൂത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ചേർന്നിടാം നമുക്കോ ക്രിസ്തുവിൻ പാഠശാലയിൽ, വഹിച്ചിടാം താൻമുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാൽച്ചുവടിലെ ജയിച്ചിടാം, വിളഞ്ഞിടാം ദൈവത്തിൻ പുത്രരായി.
ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാലയിൽ വഹിച്ചിടാം താൻമുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക നാഥൻ കാൽച്ചുവടിയെ ജയിച്ചിടാം വിളങ്ങിടാം ദൈവത്തിൽ പുത്രരായി നാമൂത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമി നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ഞാൻ വാഴും ഭൂമിയിൽ എന്നാഥനേശുവോട് നിത്യമാം രാജാവായി രാജാധിരാജൻ കീഴിൽ പ്രിയരേയൊരുങ്ങുക പറവാനിനി സമയമില്ല മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ ഞാൻ വാഴും ഭൂമിയിൽ എന്നാഥനേശുവോട് നിത്യമാം രാജാവായി രാജാധിരാജൻ കീഴിൽ പ്രിയരേയൊരുങ്ങുക പറവാനിനി സമയമില്ല മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ നാമൂത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ സത്യമാം ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. നാമൂത്തും ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമി നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറുകണികയായ ഭൂമിയിലെ 5 വൻകരകളിൽ ഒന്നായ ഏഷ്യ വൻകരയിൽ ഒരു രാജ്യമായ ഇന്ത്യയിലെ അനേക സ്റ്റേറ്റുകളിൽ ഒന്നായ കേരളത്തിലെ ഒരു ജില്ലയായ എറണാകുളം ജില്ലയിലെ ഒരു സബ് ജില്ല എന്നറിയപ്പെടുന്ന മൂവാറ്റുപുഴയിലെ അമ്പലമ്പടി ദേശനിവാസികളോട് സൃഷ്ടാവായ ദൈവത്തിന്റെ ഒരരുളപ്പാട് അറിയിച്ച് കടന്നു പോകാനാണ് ഈ ടീം ഇവിടെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുന്നത്. മരണത്തിലേക്ക് യാത്ര ചെയ്യുന്ന മാനവകുലത്തോട് അവർ മണ്ണിനിരയാകുന്നതിന് മുമ്പ് അവരൊന്ന് കേൾക്കുവാൻ ഉള്ള ദൈവത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, പ്രത്യേകിച്ച് നമ്മളെപ്പോലെ മരണമില്ലാത്ത ദൈവത്തിന് ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും മരണത്തിലും കുടുങ്ങിപ്പോയ മനുഷ്യരായ തന്റെ മക്കളോട് പറയുവാനുള്ള സന്ദേശം ഇവിടെ ഏതാനും മിനിറ്റുകൾ കൊണ്ട് നിങ്ങളെ അറിയിച്ച് ഞങ്ങൾ കടന്നു പോവുകയാണ്. ഒരിക്കലും എന്റെ അമ്പലമ്പടി നിവാസികൾ പറയരുത് ഞങ്ങളിത് അറിഞ്ഞില്ല, ഞങ്ങളിത് കേട്ടില്ല എന്ന്. ഒരുപക്ഷെ നിങ്ങളുടെ ദേവാലയങ്ങളിൽ കേൾക്കുന്ന ശബ്ദമല്ലായിരിക്കുന്നത്. പക്ഷേ സൃഷ്ടാവായ ദൈവം മനുഷ്യവർഗത്തിന്
തന്നിരിക്കുന്ന സ്നേഹലേഖനമായ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. രാജത്വത്തിന്റെ സുവിശേഷം സർവ്വസൃഷ്ടികൾക്കും സാക്ഷ്യമായി ലോകത്തിൽ അതിർത്തികളോളം അറിയിക്കപ്പെടും. അതോടെ യുഗം അവസാനിക്കും. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ജെറുസലേം തലസ്ഥാനമാക്കി ദൈവത്തിന്റെ ഗവൺമെന്റ് രൂപീകരിക്കും. അതിലേക്ക് ഉള്ള ഇൻവിറ്റേഷനാണ് ഈ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് ഏവർക്കും നൽകുന്നത്. ഒരൽപ്പം മുമ്പ് നാം കേട്ട പാട്ടിൽ നിങ്ങൾ കേട്ടു, നാം ഊട്ടുന്ന ഭരണങ്ങൾ എല്ലാം അവസാനിക്കുകയാണ്. നമ്മെ ഊട്ടുന്ന ദൈവരാജ്യം, ദൈവത്തിന്റെ ഗവൺമെന്റ് ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണ്. ആ ഗവൺമെന്റ് ദൈവത്തിന്റെ കുടുംബമാണ്. ആ കുടുംബത്തിലേക്ക് മോളെ നിന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഇൻവിറ്റേഷനുമായിട്ടാണ് സ്വർഗത്തിലെ ദൈവം ഞങ്ങളിവിടെ അയച്ചത്. മരണത്തിലേക്ക് ബന്ധപ്പെട്ട് നിൽക്കൊണ്ടിരിക്കുന്ന നമ്മളെ ദൈവത്തിന്റെ കുടുംബമായ ദൈവത്തിന്റെ രാജ്യം എന്ന ദൈവിക ഗവൺമെന്റിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഇൻവിറ്റേഷനാണ് നിങ്ങളോട് ഇപ്പോൾ അറിയിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ഡിഗ്രി പഠിച്ചിട്ടുണ്ടാകാം, ബിടെക്, MBBS, MD, FRCS, പല പല ഡിഗ്രികളൊക്കെ പഠിച്ച് നിങ്ങൾ ഈ സമൂഹത്തിലെ വലിയ ആളുകളായിരിക്കാം. പക്ഷേ നിങ്ങൾ എങ്ങോട്ടേക്കാണ് യാത്ര? മരണത്തിലേക്കല്ലേ? നിങ്ങൾ എത്ര കോടീശ്വരനായാലും ബില്യണറായാലും ട്രില്യണറായാലും നിങ്ങൾക്ക് US പൗരത്വം ഉണ്ടെങ്കിലും എങ്ങോട്ടേക്കാണ് യാത്ര? സെമത്തേരിയിലേക്കല്ലേ? എന്നാൽ യാത്ര ഒന്ന് മാറ്റിവിടുന്ന ദൈവത്തിന്റെ സുവിശേഷം, മരണത്തിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യമക്കളെ അവരുടെ ഉടമസ്ഥനായ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത അവരുടെ സൃഷ്ടാവിന്റെ അടുക്കിലേക്ക് യാത്ര തിരിച്ചുവിടുന്ന ഒരു സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. വളരെ സിമ്പിളാണ്. ദൈവത്തിന്റെ ഗവൺമെന്റ് ഭൂമിയെ വാഴുവാൻ വരുന്നു. ദൈവത്തിന്റെ ഗവൺമെന്റ് ഭൂമിയെ വാഴുവാൻ വരുന്നു. ഈ സന്ദേശം ഇന്ന് ഏറ്റവും തിരസ്കരിക്കപ്പെട്ട സന്ദേശമാണ്. ക്രിസ്തീയ ദേവാലയങ്ങളിൽ പോലും പലപ്പോഴും ഈ സന്ദേശം കേൾക്കുവാനില്ല. എന്നാൽ അവിടെ കേൾക്കാത്ത സന്ദേശം നിങ്ങൾ ഈ തെരുവിൽ കേൾപ്പിക്കുവാൻ, സ്ട്രീറ്റ് മെസ്സേജിൽ കേൾപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സായി. ആ ദൈവ കുടുംബത്തിലേക്ക്, ആ ദൈവിക ഗവൺമെന്റിലേക്ക് ദൈവത്തിന്റെ മക്കളായി, ഭൂമിയുടെ ഭരണാധികാരികളായി യേശു ക്രിസ്തുവിനോടൊപ്പം വാഴുവാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ നിങ്ങളുടെ അടുക്കൽ തരുവാൻ നിങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ദൈവം നിങ്ങളെ അയച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ സ്നേഹിത തന്റെ മകളുടെ കല്യാണം വിളിക്കാൻ വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹിതൻ തന്റെ മകന്റെ വിവാഹം വിളിക്കാൻ വന്നതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക്, ദൈവിക ഗവൺമെന്റിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുവാനാണ് ദൈവം ഞങ്ങളിലൂടെ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നാളെ ഞങ്ങളിത് അറിഞ്ഞില്ല, കേട്ടില്ല എന്നൊന്നും പറയരുത്. ഇതാണ് യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം. ആരാണ് യേശുക്രിസ്തു? ദൈവത്തിന്റെ പുത്രനാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മനുഷ്യ മക്കളെ നിങ്ങൾ മനസ്സാന്തരപ്പെടുക. അതിന്റെ അർത്ഥം എന്ന് പറയാൻ, ദൈവത്തിന്റെ ഗവൺമെന്റ് ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ പോകുന്നു. ദൈവം മനുഷ്യരോടുകൂടെ പാർക്കുവാൻ പോകുന്നു. നീ മനസ്സാന്തരപ്പെട്ടാൽ ആ ദൈവിക കുടുംബത്തിലേക്ക്, ആ ദൈവിക ഗവൺമെന്റിലേക്ക് നിനക്കും വരാം. ഇതാണ് യേശുക്രിസ്തു പ്രസംഗിച്ച സദ്വാർത്ത. ഇതാണ് യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം. പ്രിയമകളെ ഇതിനൊക്കെ താല്പര്യമുണ്ടോ? മാനസാന്തരപ്പെട്ട് ആ ദൈവ കുടുംബത്തിലേക്ക് കടന്നു വരാൻ അതിന് താല്പര്യമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം നിനക്കുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരു മതത്തിലും ചേരണ്ട, ഒരു കാർഡും ഫില്ല് ചെയ്യണ്ട, എങ്ങും കടന്ന് ഉരുളണ്ട, ആർക്കും എണ്ണയും പൂമാലയും കതിരയും ഒന്നും കൊടുക്കണ്ട. പകരം ദൈവത്തിന് വേണ്ടത് നമ്മുടെ പോക്കറ്റിലുള്ള പൈസയല്ല, ദൈവത്തിന് വേണ്ടത് നമ്മളെയാണ്. പ്രിയ മകളെ, നിന്റെ ഹൃദയം നിന്റെ സൃഷ്ടാവിന് കൊടുക്കാമോ? അതാണ് ദൈവത്തിന് വേണ്ടത്. സർവചരാചരങ്ങളെ സൃഷ്ടിച്ച, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ പോക്കറ്റിലെ പൈസയല്ല വേണ്ടത്, നമ്മളെയാണ് വേണ്ടത്. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമകനെയും പ്രിയമകളെ,
നീ ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഏത് സംഘടനയിലോ എന്ന് ദൈവം നോക്കുന്നില്ല. നീ കറുത്തവനോ വെളുത്തവനോ എന്ന് ദൈവം നോക്കുന്നില്ല. നീ പാവപ്പെട്ടവനോ പണക്കാരനോ എന്ന് ദൈവം നോക്കുന്നില്ല. ദൈവം നോക്കുന്നത് അനുസരിക്കുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറുള്ള ഒരു ഹൃദയം നിനക്കുണ്ടോ? ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ഒരു ആഗ്രഹം നിനക്കുണ്ടോ? എങ്കിൽ നീ നിന്റെ ഹൃദയം കൊണ്ട് ആ ദൈവത്തോട് പറയാം, അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ, അങ്ങയോട് ഒരുമിച്ച് ജീവിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവം നിനക്ക് പറഞ്ഞല്ലോ, എന്നോട് കൂടെ ജീവിക്കുവാൻ നിനക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. നീ നിന്റെ പാപം നിമിത്തം, നിന്റെ പൂർവ്വപിതാക്കന്മാരുടെ പാപ നിമിത്തം ഈ ഭൂമി ശാപത്തിന് കീഴിലായി. ഏക മനുഷ്യന് പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിൽ വന്നു. മനുഷ്യനെ പാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ സൃഷ്ടാവായ ദൈവം ഒരുക്കിയ ഒരേ ഒരു വഴിയാണ് തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെയുള്ള പാപപരിഹാരയാഗം. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് മാനവകുലത്തിന്റെ പാപത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് ക്രിസ്തു മരിച്ചു, നമ്മളെ സ്വതന്ത്രമാക്കി എന്ന ഈ ബൈബിൾ വിശ്വാസത്തിൽ നീ വിശ്വസിച്ചുകൊണ്ട് ആ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷകനും നിന്റെ കർത്താവുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ തുടർന്നുള്ള ജീവിതകാലം യേശുവിനെ അനുഗമിച്ചനുസരിക്കുവാൻ നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടയവനായ ജാതിയില്ലാത്ത മതമില്ലാത്ത നമ്മളെപ്പോലും മരണമില്ലാത്ത സൃഷ്ടാവിന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ മകനായി എന്നേക്കും ജീവിക്കാനുള്ള ഒരു അവസരം അതോടുകൂടി നിനക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് ഈ സൃഷ്ടാവോടുകൂടി ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആരെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവപുത്രനെ നിന്റെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞ് തുടർന്നുള്ള ജീവിതകാലം ആ ദൈവപുത്രനെ അനുഗമിച്ചനുസരിക്കാൻ നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ പ്രിയമകനെ പ്രിയമകളെ നിനക്കും ആ ദൈവ കുടുംബത്തിൽ അംഗമാകുവാനുള്ള അവസരം ലഭിക്കുകയാണ്. തുടർന്ന് ഈ ഭൂമിയുടെ ഭരണം നീ ഏറ്റെടുക്കുക. നാം പാടിയപ്പോ ആ പാട്ട് കേട്ടോ, നാം നോക്കും ഭരണങ്ങൾ ഒടുങ്ങുന്ന ഈ ഭൂമിയിൽ നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നു. നാം ഓട്ടുന്ന ഭരണങ്ങൾ നമ്മൾ കൊടുത്താലേ ഇന്നത്തെ ഭരണത്തിന് നമ്മളെ കൂട്ടാൻ പറ്റും. നമ്മൾ കൊടുത്തില്ല എങ്കിൽ അവർക്കും ഭക്ഷിക്കാൻ പറ്റില്ല, അവരുടെ തൊഴിലാളികൾക്കും ഭക്ഷിക്കാൻ പറ്റത്തില്ല. അവർക്ക് നമ്മൾ കൊടുത്താലാണ് അവർക്ക് ഭക്ഷിക്കാൻ പറ്റും. ഇതാ ഇവിടെ ഇലക്ട്രിസിറ്റി ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരിക്കുന്നു. നമ്മളെല്ലാം ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട്. മാസം മാസം ബില്ല് വരും അല്ലേ? കാരണം അത് നാം ഒട്ടുന്ന ഭരണമായതുകൊണ്ടാണ് നമുക്ക് ബില്ല് വരുന്നത്. എന്നാൽ കുഞ്ഞുങ്ങളെ നമ്മളിപ്പോൾ പ്രാണമായി ശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതാ 24 മണിക്കൂർ ഓക്സിജൻ ശ്വസിക്കുകയാണ്. പക്ഷെ അതിന് ബില്ല് വരുന്നുണ്ടോ? ഇല്ല, അതിന് ബില്ല് വരുന്നില്ല. കാരണം അത് നമ്മെ ഒട്ടുന്ന ദൈവത്തിന്റെ ഗവൺമെന്റാണ് ഓക്സിജൻ നമുക്ക് തരുന്നത്. അപ്പോ നാം ഒട്ടുന്ന ഗവൺമെന്റ് അത് അവരുടെ എന്ത് ഉപയോഗിച്ചാലും ബില്ല് വരും. നമ്മെ ഒട്ടുന്ന ദൈവരാജ്യം ദൈവത്തിന്റെ ഗവൺമെന്റിന്റെ ഉപയോഗിച്ചാൽ ബില്ല് വരത്തില്ല. അങ്ങനെ നമ്മെ ഒട്ടുന്ന സകല ഗവൺമെന്റുകളും മാറി, നാം ഒട്ടുന്ന സകല ഗവൺമെന്റുകളും മാറി നമ്മളെ ഒട്ടുന്ന ദൈവത്തിന്റെ ഗവൺമെന്റ് ഈ ഭൂമിയെ വാഴാൻ പോകുന്നു എന്ന സദ്വാർത്തയാണ് ദൈവപുത്രനായ ക്രിസ്തു അറിയിച്ചത്. അത് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ഈ ഭൂമിയെ ഒരുപക്ഷെ അത് അറിയിക്കുകയില്ല. വിശുദ്ധ ബൈബിളിൽ ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിലൂടെ ആ ദൈവിക ഗവൺമെന്റിലേക്ക്, ദൈവിക കുടുംബത്തിലേക്ക് കയറാമെന്ന് നിങ്ങളെ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ദൈവത്തിനായ ക്രിസ്തുവെ നിങ്ങളുടെ കർത്താവും രക്ഷകനാമായി സ്വീകരിച്ച് ആ ദൈവത്തമ്മയെ അനുഗമിച്ചനുസരിച്ച് നിങ്ങൾക്ക് ആ ദൈവിക ഭവനത്തിൽ സ്വർഗീയ പിതാവിങ്കലെത്താം. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ സഹോദരന്മാർ നിങ്ങളുടെ അടുക്കൽ ഒരു നോട്ടീസും ഒരു ട്രാക്റ്റും കൊണ്ട് തന്നിട്ടുണ്ട്. ആ ട്രാക്റ്റിൽ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എത്തിയിട്ടുണ്ട്. ആ നോട്ടീസിൽ ഇവിടെ അടുത്ത് എറണാകുളം പൂക്കാട്ടുപടിയിൽ പ്രാർത്ഥനാലയം എന്നറിയപ്പെടുന്ന ഒരു ധ്യാന കേന്ദ്രം കഴിഞ്ഞ 22 വർഷത്തിലധികമായി പ്രവർത്തിക്കുന്നു. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്ന
വചന ധ്യാനം അവിടെയുണ്ട്. അവിടെ കടന്നു വരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അടുത്ത ധ്യാനം മറ്റന്നാളാണ്. ഓഗസ്റ്റ് 5-ാം തീയതിയാണ് അടുത്ത ധ്യാനം ആരംഭിക്കുന്നത്. നിങ്ങളെവരെയും ഹൃദയപൂർവ്വം ഞങ്ങൾ അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല ഡിഗ്രികളൊക്കെ പഠിച്ചിട്ടുണ്ടാകാം, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടാകാം, ഇംഗ്ലീഷിൽ പണ്ഡിതനോ ഒക്കെ ആയിരിക്കാം. എന്നതല്ല ഇവിടെ സെമിത്തേരിയോട് അവസാനിക്കും. എന്നാൽ ഈ 6 ദിവസം 7 ദിവസം ആ ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ദൈവികമായ അറിവ് നിങ്ങൾ ഇതുവരെ പ്രാപിച്ച എല്ലാ അറിവുകളെക്കാളും എല്ലാ ഡിഗ്രികളെക്കാളും ശ്രേഷ്ഠമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തെ ഇതാ മരണത്തിൽ നിന്ന് മാറ്റി നിങ്ങളുടെ ജീവിതത്തെ ജീവനിലേക്ക്, മനുഷ്യരോടുകൂടിയുള്ള നിങ്ങളുടെ ജീവിതത്തെ മാറ്റി ദൈവത്തോടുകൂടി സൃഷ്ടാവോടുകൂടിയുള്ള ജീവിതത്തിലേക്ക് നിങ്ങളെ തിരിക്കുന്നതായിരിക്കും എന്ന് ഓർപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ അതിൽ പറയുന്നിരിക്കുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ അടുത്ത ദേശത്തേക്ക് ഈ സാക്ഷ്യം പറയാൻ കടന്നു പോകുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ അമ്പലമ്പടി ദേശത്തുള്ള ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവിടെ ബിസിനസ് ചെയ്യുന്നവരെ, ഓട്ടോ ഓടിക്കുന്നവരെ, ഇവിടെ പല രീതിയിൽ ഉപജീവന മാർഗത്തിലൂടെ അധ്വാനിക്കുന്നവരെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരുടെ കുടുംബത്തെ, ഇവരുടെ കുഞ്ഞുങ്ങളെ, ഇവരുടെ മാതാപിതാക്കന്മാരെ, ഇവരുമായി ബന്ധപ്പെട്ട സകലരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരെ മാത്രമല്ല, ഈ കാഴ്ച ശബ്ദപ്പെടുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഓൺലൈനിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇവരാരും നഷ്ടപ്പെട്ടു പോകാതെ, മരണമെന്ന ഭീകരന്റെ പിടിയിൽ പെട്ട് അവസാനിച്ചു പോകാതെ അങ്ങയുടെ സന്ധിയിൽ എത്തിച്ചേരുവാൻ, ഈ സുവിശേഷത്താൽ പിടിക്കപ്പെട്ട് അങ്ങിലേക്ക് എത്തുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ, ഈ ദേശത്തെ, ഈ അമ്പലമ്പടി ദേശത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരനുഗ്രഹമാകട്ടെ. ഇന്ന് സകല സൃഷ്ടികളുടെയും മുമ്പാകെ ഇതാ മത്തായി 24:14 രാജത്വത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തെല്ലാവരും അറിയിക്കപ്പെടും എന്ന സന്ദേശം ഈ അമ്പലമ്പടി ദേശ നിവാസികൾ കേട്ടിരിക്കുന്നുവെന്ന് ഇപ്പോൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പിതാവേ, ഈ മക്കളെ ഏവരെ അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിൽ അങ്ങുമായി ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങളെ ഏവരെ സഹായിക്കണമേ. നന്ദി, നമസ്കാരം. ദൈവം നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. മറക്കരുത്, അടുത്ത റിട്രീറ്റ് മറ്റന്നാളാണ്, ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. ഏവരെ ഹൃദയപൂർവ്വം എല്ലാവരും പ്രാർത്ഥനാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.